ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച, നല്ലൊരു ഞായറാഴ്ച എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു സൺഡേ. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ മരിച്ചോടത്തേക്ക് പോയത്. അപ്പോൾ അതിൻ്റെ ശവസംസ്കാരം ഇന്ന് 11:30-ക്കായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം പിള്ളേരൊക്കെ കൂടെ ഒന്നിച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോൾ ആ കൂട്ടത്തിൻ്റെ ഇടയിൽ പാച്ചുവിനെയും കൊണ്ടുപോകാൻ പറ്റില്ല, ചാക്കോച്ചനെയും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും രാവിലെ എണീറ്റ് പതിവുപടി എല്ലാ കാര്യങ്ങളും ചെയ്ത് കുട്ടികളോട് ഞാൻ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞു, നിങ്ങളാരും വരണ്ട, ഞാനും ഡാഡിയും കൂടി പൊക്കോളാം. ഡോൺ രാവിലെ തന്നെ പോയിട്ട് അവനൊരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും പോയി. പിന്നെ ഫുഡൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഞാൻ കാറ്ററിങ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഈവൻസാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എല്ലാതും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ അവിടെയാണ്, അവൻ അവിടെ നിന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ട് കുട്ടി പോയി. അപ്പോൾ രാവിലെ തന്നെ ഞാനും ഡാഡിയും പോകാനുള്ളൊരു പുറപ്പാടിൽ ഒരു കാര്യവും ചെയ്യാൻ നിന്നില്ല കേട്ടോ. കാരണം 11:30-ക്ക് ശവമെടുപ്പ് എന്ന് പറഞ്ഞാലും നമ്മളൊരു 11 മണിക്കെങ്കിലും അവിടെ എത്തണമല്ലോ. അപ്പോൾ ഡാഡിയുടേതായ കാര്യങ്ങൾ, ഡാഡി സാധാരണ ഞായറാഴ്ച ദിവസമാണ് ഷേവ് ചെയ്യാറ്. അപ്പോൾ ഡാഡിയുടെ കാര്യങ്ങൾക്ക് നിന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ രാവിലെ എനിക്കും ഡാഡിക്കുള്ളത് മാത്രം. കുട്ടികളോട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാതും റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, അവർക്ക് ആവശ്യമുള്ളത് എടുത്ത് ഉണ്ടാക്കേ വേണ്ടു. അപ്പോൾ ഞാൻ ഇന്ന് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മറ്റേ മില്ലറ്റ്സിൻ്റെ നൂഡിൽസാണ് കേട്ടോ, അത് എഗ് നൂഡിൽസ്, അതും പിന്നെ നമ്മുടെ സോസേജ് 2 ഇട്ട് പേരിനൊരു തുണ്ടുപ്പും ടേസ്റ്റ് മേക്കറും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കിയത്. അപ്പോഴേക്കും നമ്മുടെ തോമുചേട്ടൻ ഇറങ്ങി വന്നു കേട്ടോ. കാരണം അപ്പയില്ലല്ലോ. അപ്പോൾ തോമു ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ ഈ നൂഡിൽസ് ഉണ്ടാക്കിയോട് കൂടിയിട്ട് ഞാൻ ഡാഡിക്കും എനിക്കും വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനും തോമും കൂടിയിട്ട് അത് കഴിച്ചു. ഒരു ഇതിൽ ഡാഡിയും കഴിച്ചു. തോമു വെറുതെ സോസേജ് മാത്രം പെറുക്കി തിന്നുള്ളൂ കേട്ടോ. അങ്ങനെ ചാക്കോച്ചൻ്റെ താഴെ വന്ന് കിടക്കണു. ഡിവൈൻ അപ്ലേക്ക് ഞങ്ങൾ പോണതിന് മുമ്പ് വേഗം കുപ്പികൾ കഴുകണമല്ലോ. അതോടുകൂടി ഞാൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോ. കാരണം ഞങ്ങൾ പോണതിന് മുമ്പ് ഒക്കെ ക്ലീനായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. കുട്ടികളെ ഞാൻ പറഞ്ഞില്ലേ ആരെയും കൊണ്ടുപോകില്ല എന്ന് തീരുമാനിച്ചേക്കാം. അപ്പോൾ ഞാനും ഡാഡിയും മാത്രം പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ തോമുക്കുട്ടൻ്റെ ഡാഡിയുടെ കൂടെ, ചാക്കോച്ചൻ ഒക്കെ പേരുകളൊക്കെ തെറ്റാണ്. ചാക്കോച്ചൻ്റെ ഡാഡിയുടെ കൂടെ ഇരുന്ന് കളിക്കുന്നു. തോമുട്ടൻ അപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കടന്നു കേട്ടോ. എനിക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ അടുത്തടുത്ത് ഇങ്ങനെ ഇങ്ങനെ വലിയ പ്രായമില്ലാത്തവരുടെ പെട്ടെന്നുള്ള മരണം നമുക്ക് ശരിക്കും നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മാറാൻ പോണ നേരത്തെ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ തോമുവിന് വള വേണം. അപ്പോൾ ഇന്നലെ നമ്മളുടെ ആനവാലിൻ്റെ വള കണ്ടമാനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്റ്റോക്ക്. അതും മറ്റേ മുത്തുള്ള കരിമണി കുട്ടികളുടെ. അപ്പോൾ അത് കണ്ടപ്പോൾ തോമുട്ടനെ ഒരു പൂതി അത് വേണം എന്നുള്ളത്. അപ്പം ആദ്യം ഒരെണ്ണം ഇട്ട് കൊടുത്തു, അത് അവന് ഇഷ്ടമായില്ല. അപ്പോൾ രണ്ടാമത് ഒരെണ്ണം ഇട്ട് കൊടുക്കണം കേട്ടോ, ഇത്തിരി ഫിറ്റാക്കിയിട്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കുട്ടി മോഡലായി തോമു എന്ന് പറഞ്ഞു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കൈമ ഇങ്ങനെ കിടക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഉണ്ണികളുടെ കൈമ കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, വലിയവരുടെ അളവ് വരെയുണ്ട്. അതായത് 2.8 വരെയുള്ള അളവുണ്ട്. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന സാധനമാണിത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊളുത്താണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവം. അപ്പോൾ പോണ നേരത്തായപ്പോഴാണ് തോമുവിന് ഒരു പൂതി വന്നത് അത് ഇടാനായിട്ട്. കണ്ടോ, കുറേ ഉണ്ടായിരുന്നു, കുറേ കൊണ്ടുവന്നത്. കുട്ടികളുടെ സെക്ഷൻ ഒന്നും ബോക്സുകളിലാക്കി വെച്ചിട്ടില്ല. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മരിച്ചോടത്ത് പോയിട്ട് വരുമ്പോൾ കുറേ ലേറ്റായി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, അമ്മാമ്മ മരിച്ചപ്പോൾ എന്തേ വീഡിയോ ആ ചടങ്ങുകൾ ഇട്ടില്ല എന്ന്. അപ്പം നമ്മളുടെ അമ്മാമ്മ ഒക്കെ മരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തിരിച്ച് ഇതിൽ ഞാൻ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ പലരോടും, ഡോണിൻ്റെ പല ഫ്രണ്ട്സിനോടും പറഞ്ഞിട്ട് വീഡിയോസ് എടുത്തിട്ട് അതെനിക്കിപ്പോൾ സെൻഡ് ചെയ്തെന്ന് ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ഞാനും ഡാഡിയും കൂടി പള്ളിയിലേക്കല്ല ഫ്ലാറ്റിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടാവും. അപ്പോൾ ഞങ്ങൾ നടത്തറ സെൻറ്ററിൽ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് ശരിക്കും തൊട്ടടുത്ത് പോലെയാണ്. ആ സെൻറ്റർ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള ജോസ് ആലൂക്കാസിൻ്റെ ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ജിപ്സി ഒറ്റ മോളാണ്. അപ്പോൾ ജിപ്സിയുടെ പപ്പയും മമ്മിയും ഒരു ഫ്ലാറ്റിലും ഇവർ ഇപ്പുറത്തെ ഫ്ലാറ്റിലും, എന്നിട്ട് ഇടയിലൊരു ഡോർ വെച്ചേക്കാണ്. അപ്പോൾ അതായത് 2 ഫ്ലാറ്റ് കൂടി ഒന്നിച്ച് ജോയിൻ ചെയ്തിട്ടുള്ള ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത് കേട്ടോ. കാരണം റിജോന് ഒരു മോള് വയ്യാത്തൊരു മോളുള്ള കാരണം
കുട്ടീനെ നോക്കേണ്ട എളുപ്പത്തിന് അങ്ങനെയാണ് ഇവർ ശരിക്കും കല്യാണമൊക്കെ കഴിയുമ്പോൾ കോടാലിയിലായിരുന്നു ഇവരുടെ ഫാമിലി. ഇപ്പോഴാണ് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ളൂ അവിടെ നിന്ന് കോടാലിയിൽ നിന്ന് പോന്നിട്ട്. ജിപ്സിയും റിജോ ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മമ്മിയും ഇവരുടെ കൂടെ തന്നെയായിരുന്നു. കുഞ്ഞിനെ ഈ മോളെ നോക്കിയിരുന്നത് ജാൻസി ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിതേ ഫ്ലാറ്റിലിറങ്ങി. അവിടെ ചെന്നപ്പോൾ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ തന്നെ ഒരു നല്ലൊരു സ്പേസ് ഉണ്ട്. അവിടെയാണ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി ഈ ഇവൻറ്റ്സും കാര്യങ്ങളും കേട്ടോ. നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് ചെയ്തിരുന്നത്. എനിക്ക് ഈവൻസിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇതൊരു പ്രൊമോഷനും അല്ല. ഞാനിതിങ്ങനെ നിങ്ങൾക്ക് ചടങ്ങും കാര്യങ്ങളും പ്രത്യേകിച്ച് ഒരു ഫ്ലാറ്റിലത്തെ ഒരു മരണമാകുമ്പോൾ എല്ലാവർക്കും കാണാനൊരു കൗതുകമാണ്. അപ്പോൾ എന്നോട് കുറേ പേര് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ജോസാലൂക്കാസിൻ്റെ ജോസേട്ടനും വൈഫുമാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ 2 വശത്തും ഇതുവരെ ഫ്രീസറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് എടുത്ത് 2 മണിക്കൂർ മുമ്പാണ് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 2 വശത്തും തൊട്ടടുത്ത ബന്ധുക്കളാണ് ഇരിക്കുക. അപ്പോൾ ഇതാണ് ജിപ്സിയും അപ്പച്ചനും റിജോയും. അങ്ങനെ 58 വയസ്സ് എൻ്റെ എന്നേക്കാളും 1 വയസ്സ് മൂത്തതുള്ളൂ ജാൻസിക്ക് കേട്ടോ. ഞങ്ങളാണെന്ന് ഒരു 16 വർഷത്തെ ബന്ധമുണ്ട്. ജിപ്സിയുടെ കല്യാണം കഴിയുമ്പോൾ തൊട്ടുള്ള ബന്ധം നമുക്കവിടെ ഉണ്ട്. അപ്പോൾ ഈ കോവിഡിൻ്റെ ഒരു 3 വർഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റി. പിന്നെ ഇവിടുത്തെ പാച്ചുവിൻ്റെ പ്രസവം അങ്ങനെയൊക്കെ ആയപ്പോൾ ഉള്ള ഒരു ചെറിയൊരു അകൽച്ച ഉണ്ടായി എന്നല്ലാണ്ട് അന്നത്തെ തൊട്ടുള്ള ബന്ധമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇങ്ങനെ നമ്മളുടെ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ വരണ വരെ നമ്മളാണ് പ്രയർ ചൊല്ലുക. അത് കഴിഞ്ഞ് അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ വക പ്രയറും അതിൻ്റേതായ കുറേ ശുശ്രൂഷകളുണ്ട്. റീത്ത് വയ്ക്കും, തലയിലൊരു മുടി വയ്ക്കുക, പിന്നെ കയ്യിലൊരു കുഞ്ഞ് ബൊക്കെ കൊടുക്കുക. ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു വിടവാങ്ങുന്നേന്നുള്ളൊരു പാട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കരയാത്തവരും കരഞ്ഞു പോവും. കാരണം അവസാനമായിട്ട് നമ്മുടെ വീടിനോടും നാടിനോടൊക്കെ യാത്ര പറഞ്ഞ് പോകുന്ന വരികളാണ് അതിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ജിപ്സിയുടെ കരച്ചിൽ കണ്ടിട്ട് എന്താ പറയുക, ഭയങ്കര സങ്കടമായി. കാരണം ജിപ്സിയെ സംബന്ധിച്ച് എൻ്റെ മകളെ ആര് നോക്കും എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ജിപ്സിയുടെ കരച്ചിൽ. അപ്പം അത് എല്ലാവരും അവിടെ നിന്നിരുന്ന എല്ലാവരും കണ്ണു തുടക്കിയിട്ട് നമ്മൾ കാണുമായിരുന്നു. അപ്പം നമ്മളും ഒരു നിമിഷം ചിന്തിച്ചു കുറച്ച് നാളും കൂടി ആ മോളെ നോക്കാനായിട്ട് അങ്ങനെയെങ്കിലും. കാരണം ഈ ജാൻസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജിപ്സിയുടെ കല്യാണം കഴിഞ്ഞ് പിന്നാലെ പിറ്റത്തെ വർഷം മോളുണ്ടായി. അത് വയ്യാത്തൊരു മോളായിരുന്നു. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ പെൺമക്കൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ നോക്കിയറിയാം ഡിംപിളിനെ പാച്ചുവിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും. അത് ഭർത്താക്കന്മാരുടെ വീട്ടുകാർ നോക്കാണ്ടല്ല, നമ്മുടെ പെൺമക്കളുടെ മക്കൾ എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ വന്നാലും അത് കൂട്ടിപ്പിടിക്കും. അങ്ങനെ ജാൻസിയാണ്, ഡുഡു എന്നാണ് മോളുടെ പേര്, ഡുഡു എന്നാണ് വിളിക്കുക, കെസിയ എന്നവളുടെ പേര്. ഡുഡു മോളെ എല്ലാ കാര്യങ്ങളും നോക്കി ഇത്രയും കൊണ്ടുവന്നത് ജാൻസിയാണ്. പിന്നെ ഇപ്പം തൊട്ട് മുമ്പ് ഒരു 10-18 ദിവസമാണ് ഹോസ്പിറ്റലിൽ കിടന്നതും പിന്നെ വന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ ഇനി ആരെ ഏൽപ്പിക്കും എന്നുള്ളൊരു സങ്കടമാണ് എല്ലാവരുടെയും മനസ്സിൽ കേട്ടോ. അങ്ങനെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി കൊണ്ടുവന്നു. ലിഫ്റ്റ് വഴിയല്ല, കോണിപ്പടി വഴിയാണ് ഇറങ്ങിയത് കേട്ടോ. ഇറക്കി കൊണ്ടുവന്നത് ഈ പള്ളിയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ശരിക്കും ഭയങ്കര കാറ്റായിരുന്നു ആ സമയത്ത് കേട്ടോ. പള്ളിയിൽ ഒരു വെയിലും ഉണ്ടായിരുന്നില്ല, കാറ്റും നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ നമ്മളവിടെ നിന്ന് ശരിക്കും മെഡോണ പള്ളി, കാച്ചേരിമലത്തെ മെഡോണ എന്ന് പറഞ്ഞ പള്ളിയിലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിംപിളിൻ്റെ ആൻസൻ്റെ അച്ഛൻ്റെ മോൻ്റെ ജെറിയുടെയും ഷെറിൻ്റെയും കല്യാണം മനസ്സമ്മതം ഇവിടെയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഞാൻ പോയിട്ടില്ല ആ സമയത്ത്. അപ്പോൾ ഇതാണ് ആ പള്ളി കേട്ടോ. അപ്പോൾ ആ പള്ളിയിലായിരുന്നു ചടങ്ങ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇതൊക്കെ കഴിഞ്ഞ് ആംബുലൻസിൽ കയറ്റി നേരെ നമ്മൾ പള്ളിയിലേക്ക് വരികയാണ് ചെയ്യുക. പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞ് നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറ്റും. അതായത് അവസാനമായിട്ട് നമ്മൾ പള്ളിയിലേക്ക് കയറുന്ന ഒരു ചടങ്ങ്. ഇതുപോലെ ആദ്യം കയറുക നമ്മൾ മാമോദിസയ്ക്കാണ്, അവസാനം മരിച്ചിട്ടും. അങ്ങനെയാണ് നമ്മുടെ ഇതിലുള്ള 2 ആദ്യത്തെ അവസാനത്തെയും യാത്ര കേട്ടോ, പള്ളിയിലേക്കുള്ള കയറൽ. ചിലപ്പോൾ ഞാൻ ഈ പറയണതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാവും കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതും കുറേ പേര് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം കേട്ടോ. അപ്പം അങ്ങനെ അവിടെ വന്ന് ഇറങ്ങി നമ്മൾ പള്ളിയിൽ കയറ്റും. പള്ളിയിൽ കയറ്റിയിട്ട് പള്ളിയിൽ കിടന്നിട്ട് അവിടെ വെച്ചിട്ട് കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പള്ളിയോടും ഇവിടെ വാങ്ങി ഇനി നമുക്ക് സ്വർഗരാജ്യത്ത് ഒന്നിച്ച് കാണാം എന്ന് പറയുന്ന രീതിയിലുള്ളൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ്.
അവിടുന്ന് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ ശവക്കോട്ടയിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ പള്ളിയിലേക്കും ഈ ശവക്കോട്ടയിലേക്കും പോകുന്നത് കേട്ടോ. സിംതേരി എന്നാണ് പറയുക. അപ്പോൾ ഇന്നാൾ ഞാൻ ഈ ശവക്കോട്ട എന്ന് പറഞ്ഞപ്പോൾ ആരോ എന്നോട് പറഞ്ഞു അങ്ങനെ പറയല്ലേ ആൻറ്റി, സിംതേരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാലും പണ്ട് പറഞ്ഞിരുന്നത് ശവക്കോട്ട എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പിന്നീട് അത് എന്താ പറയുക പുതിയതാക്കി വന്നിട്ടാണ് ഈ സിമിട്രി എന്നുള്ള പേര് വന്നത്. സിംതേരി, സെമിത്തേരി എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം എല്ലാവരുടെയും കയ്യിൽ നമ്മൾ മറ്റേ കുന്തിരിക്കം. അപ്പോൾ ഈ കുന്തിരിക്കം നമ്മൾ ബോഡിയിലിട്ടിട്ടാണ് നമ്മൾ മുത്താണ്ടെങ്കിൽ മുത്ത അല്ലെങ്കിൽ കാണുക അങ്ങനെ ചെയ്യുക. അപ്പോൾ അങ്ങനെ എല്ലാവരും കുന്തിരിക്കം ഇട്ടതിന് ശേഷം ആരാണ് അവസാനമായിട്ട് ആരാണ് തൊട്ടടുത്ത ബന്ധുക്കൾ അവരാണ് അന്ത്യചുംബനം കൊടുക്കുക ഏറ്റവും അവസാനം. അപ്പോൾ അങ്ങനെ അപ്പച്ചനും ഡാഡിയും ജിപ്സിയും റിജോ ആയിരുന്നു അവസാനം. ഉണ്ണിക്കുട്ടനെ വിളിച്ചെങ്കിലും മോൾക്ക് താഴെ ഒരു മോനുണ്ട് കേട്ടോ, LKG പഠിക്കുകയാണ്. അവനെ വിളിച്ചെങ്കിലും അവൻ വരാൻ കൂട്ടാക്കില്ല. അവനെന്തോ എനിക്ക് തോന്നുന്നു പേടിയായിട്ടാണ് തോന്നുന്നുണ്ട്. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് കഴിഞ്ഞ് നേരെ പിന്നെ കുഴിയിലേക്ക് നമ്മൾ മൂടി ഇറക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് സാധാരണഗതിയിൽ ചിലപ്പോൾ തലോണ വയ്ക്കുമ്പോൾ തല ഉയരത്തിലാണെങ്കിൽ നമ്മൾ ആ തലോണ എടുത്ത് മാറ്റും. ഇതിപ്പോൾ അതൊന്നും വേണ്ടി വന്നില്ല. കറക്റ്റായിട്ട് കുഴിയിലേക്ക് 4-5 ആൾ കൂടിയിട്ട് കയറുമ്മ കെട്ടി താഴേക്ക് ഇറക്കുക ചെയ്ത കറക്റ്റ് ആ ഗ്യാപ്പിലേക്ക് ഇറക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ 4-5 ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാ കാര്യത്തിനും ഒന്നിച്ചുള്ളതാണ്. ജോമോൻ, ജിജോ, പിന്നെ റിജോ, സിജോ, ഡോൺ, അങ്ങനെയാണ് ഇവർ. O5 എന്നാണ്. O4 ആയിരുന്നു, പിന്നെ O5. ഇപ്പോൾ സൈമണും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവർ എല്ലായിടത്തും ഒരുപോലെ മിക്കവാറും ഒരേപോലെ ഡ്രസ്സൊക്കെ ഇടുക. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഇപ്പോൾ കറുപ്പും വെള്ളയും എന്നുള്ള രീതിയിൽ അങ്ങനെ കുഴിയിൽ വെച്ച് പോയിൻ്റ് ചെയ്യാണ്. അപ്പം ഞങ്ങൾ 5 പേര് ഈ ഫ്രണ്ട്സും ഞാനൊക്കെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണ് ഞാൻ ഒരു ശവസംസ്കാരം ആദ്യം തൊട്ട് അവസാനം വരെ കാണുന്നത് തന്നെ. കാരണം കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈവൻസുകാർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ആരും കൂടി ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ സമാധാനത്തോടു കൂടി എല്ലാ കർമ്മങ്ങളിലും പങ്കെടുക്കാൻ പറ്റി. എല്ലാവരെയും കണ്ട് സംസാരിക്കാൻ പറ്റി. അവിടുന്ന് ഞങ്ങൾ അങ്ങനെ തന്നെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് കുറച്ച് പേരെടുത്ത വീഡിയോസാണ് അവരെനിക്ക് സെൻഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ കാണിക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തുമ്പോൾ ശരിക്കും 1:30-2 മണിയായി. അപ്പോൾ ഇവർ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ എണീറ്റു, ഡിവൈൻ ഫുഡ് കഴിച്ചു, പിന്നെ ഡിമ്പിളും പാച്ചും ഇവരെല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഞങ്ങൾ പതുക്കെ മുനമ്പത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ കയറിയിട്ടോ. വീട്ടിൽ കയറിയതിന് ശേഷമാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ സത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എപ്പോഴും സത്യത്തിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാച്ചുകുട്ടൻ എണീറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ പാച്ചുകുട്ടി ഞങ്ങൾ പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഡിമ്പിള് തുറക്കാണ്ടിരിക്കുകയായിരുന്നു വാതിൽ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു കടലാസ് വെച്ചിട്ട് ഡാഡി പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് വലിച്ചാൽ തുറക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കാറിൻ്റെ ഓൺ കേട്ടപ്പോൾ പാച്ചു കാത്ത് നിൽക്കുകയാണ് കേട്ടോ ജനലവിടെ. കാരണം അപ്പാപ്പനെ എന്നെ കാണേണ്ടതല്ല, അപ്പാപ്പനെ കണ്ടിട്ടില്ല കുട്ടി. അങ്ങനെ ഡോറ് തുറന്ന് അവൻ അപ്പാപ്പൻ്റെ മേലേക്ക് ചാടി വീണു കേട്ടോ. അവന് ഞാൻ എപ്പോഴും പറയും ഇനിയിപ്പോൾ അവൻ അപ്പയുടെ കൂടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണാവോ കുട്ടി അപ്പാപ്പനെ കാണാണ്ടിരിക്കാന്ന്. പക്ഷെ കുട്ടികളല്ലേ, കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ മറക്കും. അങ്ങനെയാണ്. മറക്കാമെന്ന് പറഞ്ഞാൽ ഇഷ്ടക്കുറവുകൊണ്ടല്ല കേട്ടോ. അങ്ങനെ 1:15 കേട്ടോ ഞങ്ങൾ വന്ന് കയറുമ്പോൾ. അപ്പോൾ ഡോൺ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. ഞാനപ്പോൾ വേഗം ഡ്രസ്സ് മാറി ഞങ്ങൾ മുനമ്പത്തേക്ക് പുറപ്പെട്ടു. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഡിമ്പിളിന് അതിന് പങ്കെടുക്കണം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പോവാം. ഡോണും പോയിട്ട് കുറേ ദിവസമായി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞങ്ങളങ്ങനെ തിരിച്ച് വന്നു. തിരിച്ച് കുറേ ലേറ്റായി. മുനമ്പത്തു നിന്നാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അവിടെ നിന്ന് ആസ് യൂഷ്വൽ വിഭവസമൃദ്ധമായ സദ്യ ബിൻസിയുടെ നമ്മുടെ ഗ്രീൻ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വന്ന് കയറിയപ്പോൾ ചെറിയ ഒരു ചാറ്റൽ മഴ. എനിക്ക് തോന്നുന്നു ഡിവൈൻ ഒറ്റയ്ക്കായ കാരണം തുണികൾ എടുക്കാൻ പറ്റിയിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു കിടന്നോ, ഇറങ്ങാൻ നിൽക്കണ്ട. ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സൊമാറ്റോന്ന് ഓർഡർ ചെയ്ത് കഴിക്കുകയും ചെയ്തത്. ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് കഴിക്കുകയും ചെയ്തേട്ടോ. അപ്പോൾ അങ്ങനെ സമയം 11:15 എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. പട്ടികൾക്ക് ഇനി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഞാനും കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഞങ്ങളുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവരും ജാൻസിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾക്കൊക്കെ ഇത്രയ്ക്കേ ഉള്ളൂ.
നമ്മൾ ഇന്ന് വിചാരിക്കും നാളെ ഇന്ന കാര്യം ചെയ്യാമെന്ന്, ചിലപ്പോൾ നാളേക്ക് നമ്മൾ ഉണ്ടാവില്ല. അപ്പോൾ ഉള്ള സമയം എപ്പോഴും നല്ലത് പറയുക, പ്രവർത്തിക്കുക.